സുജാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുട്ടിയവരെല്ലാം മുടിഞ്ഞുപോയ ചരിത്രമേ ഉള്ളൂ എന്നുള്ളതിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ കൂടെ ഉണ്ടായിരിക്കുകയാണ്. അത് നമ്മുടെ ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ് ആണ്. ഇപ്പോൾ ഇന്ത്യയുടെ പുറകെ നടക്കുകയാണ്. ട്രംപ് 104% താരിഫ് അടിച്ചു കൊടുത്തതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഇതാ വരികയാണെന്ന് മുക്കിനും മൂലയ്ക്കും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചൈനീസ് പ്രസിഡന്റിന്റെ ശിങ്കിടികളും. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് മുട്ടുന്നവരെ മുടിഞ്ഞു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതൊന്നുമല്ല. അത് വളരെ സീരിയസ് ആയിട്ടും വളരെ കൃത്യമായിട്ടും പറഞ്ഞതാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയത് തൊട്ടുള്ള ചരിത്രം നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് ഞാൻ എന്തായാലും പറയുന്നില്ല. ഇപ്പോ നമ്മുടെ ഈ വലിയ വലിയ നേതാക്കന്മാരുണ്ടല്ലോ, ആരാ പറയുക, ഇപ്പൊ നമ്മുടെ മാൽദീവ്സിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൊയ്സു, അതിനു മുമ്പ് മലേഷ്യൻ പ്രസിഡന്റ്, അതിന് മുമ്പ് നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ, നേപ്പാള്, പിന്നെ അത് കഴിഞ്ഞ് പാകിസ്ഥാൻ, അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീലങ്ക, ഇപ്പൊ ബംഗ്ലാദേശ് മുടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോദിയോട് മുട്ടിയോ അത് മുടിഞ്ഞ് പണ്ടാര തുടങ്ങി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ ഷീ ജിൻപിങ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ ചില ആൾക്കാരൊക്കെ പറയും, ചില സംഖ്യകളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണെന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോ ധനുഷ് പറഞ്ഞ ഈ സബ്ജക്ട് ഞാനിത് വളരെ എപ്പോഴും കൗതുകത്തോടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഈ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധികാരം വെക്കുമ്പോൾ ഗുജറാത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശങ്കർ സിംഗ് ബഗേല, അതുപോലെ തന്നെ ഈ കേശുഭായ് പട്ടേൽ എന്നിവര് വളരെ സ്ട്രോങ് ആയിട്ട് വലിയ രണ്ട് നേതാക്കളാണ്. വലിയ വൻമരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ നേതാക്കളുടെ ഗ്രൂപ്പ് വഴക്കാണ്. ആ ഗ്രൂപ്പ് വഴക്ക് തീർക്കാനായിട്ട് അന്ന് എ ബി വാജ്പേയിക്കും എൽക്കെ അദ്വാനിക്കും പോലും കഴിഞ്ഞില്ല. ബി ജെ പിക്കാർ തലകുത്തി പറഞ്ഞിട്ട് ഇവരുടെ ഗ്രൂപ്പ് വഴക്ക് അങ്ങനെ ഭരണം ആടി ഒളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് നരേന്ദ്രമോദി വരുന്നത്. നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ അന്ന് ഒരു അപ്രസക്തനായ വ്യക്തിയാണ്. അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ RSS വിട്ടുകൊടുക്കുന്ന അവരുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഗുജറാത്ത് പൊളിറ്റിക്സിലൊന്നും പുള്ളിക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി. ആ വ്യക്തി അവിടെ എത്തുന്നു. അതോടുകൂടി തന്നെ ഈ പറയുന്ന ശങ്കർ സിംഗ് ബഗേല ആയാലും ഈ എന്താ പറയുന്നത് വൻവൃക്ഷമായിരുന്ന ഈ കേശുഭായ് പട്ടേൽ ആയാലും ഒക്കെ നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ഈ സംഘപരിവാറിന് മുഴുവൻ ഉള്ള എല്ലാ സമയങ്ങളും മെനക്കെട്ടിട്ട് നടക്കാത്തൊരു കാര്യമാണ്. നിഷ്പ്രഭമായി പോവുകയാണ് അവര്. ഈ പറയുന്ന ശങ്കർ സിംഗ് ബഗേല ഒന്നും അല്ലാതായിപ്പോയി. കേശുഭായ് പട്ടേലിന്റെ പാർട്ടി വലിയ 8-9 സീറ്റൊക്കെ ആദ്യം നേടിയെങ്കിലും പിന്നീട് ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം ബി ജെ പിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയും കണ്ടു. അതുപോലെ തന്നെ ഈ അത് എതിരാളികളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പുള്ളിയുടെ ഒരു വളർച്ച. ഇത് ശ്രദ്ധിക്കുന്നതാണ്. ഒരു കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സാധനം. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇനി ചിലപ്പം ഈ ജ്യോതിഷികൾ ചിലപ്പോൾ പറയുമായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേക അമാനുഷിക പവർ മോദിക്കുണ്ട്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2004 നരേന്ദ്രമോദിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഗുജറാത്തിൽ. അന്നേരം ഈ നരേന്ദ്രമോദിക്ക് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ വിസ നിഷേധിച്ചായിരുന്നു. അന്ന് അദ്ദേഹം പ്രസ് മീറ്റ് നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇന്ന് നമുക്ക് അവർ വിസ നിഷേധിച്ചിട്ടുണ്ട്, നാളെ ഈ ഇന്ത്യയുടെ മുമ്പിൽ അവർ ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ നിന്ന്. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ ശിവസേന, നരേന്ദ്രമോദിക്ക് വളരെ താല്പര്യമുള്ള ഒരു പാർട്ടിയാണ് ശിവസേന. അതായത് ബാൽ താക്കറെയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു ബി ജെ പി, എക്കാലവും സൂക്ഷിച്ചിരുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ ഈ ഉദ്ധവിനെ ചേർത്ത് നിർത്തണം, ഇല്ലെങ്കിൽ ആ കുടുംബത്തെ, മാധവശ്രീയെ നമ്മൾ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ശ്രീ നരേന്ദ്രമോദിയാണ്. പക്ഷെ ഉദ്ധവ് താക്കറെ മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ശരിക്കും ഉദ്ധവ് താക്കറെ അല്ല അതിന് പിന്നിൽ സഞ്ജയ് റാവുത്തിന്റെ ബുദ്ധിയൊക്കെ ആണെങ്കിൽ പോലും ഈ ഉദ്ധവ് താക്കറെ മോദിയെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ഉദ്ധവ് താക്കറെ തകർന്ന് തരിപ്പണമായി പണ്ടാരം അടങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. മറ്റൊന്ന് ശ്രീ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ 2014 NDAയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് ഈ നരേന്ദ്രമോദി അന്ന് പിക്ചറിലിട്ട് വന്നിട്ടില്ല. പക്ഷെ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദിയുടെ പേര് ഗോവയിൽ നടന്ന ഈ BJPയുടെ ദേശീയ സമിതി, അല്ലെങ്കിൽ ദേശീയ സമ്മേളനം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു, പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നിതീഷ് കുമാർ NDAയിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിതീഷ് കുമാർ അന്ന് ചെറിയ പുള്ളിയൊന്നുമല്ല, വലിയ പുള്ളി തന്നെയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന നാൾക്ക് നാൾ ഈ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ക്ഷയിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ പലതും, അതുപോലെ ADMK BJP ആയിട്ട് അകലുന്നു.
ആ അകൽച്ച കൂടുന്ന അണ്ണാമല വരുമ്പോൾ അതിന് മുമ്പ് തന്നെ അവർ അകന്നു തുടങ്ങും. പിന്നീട് ആ ADMK എന്താണ് സംഭവിക്കുന്നത്? ജയലളിത ഇരിക്കുമ്പോൾ തന്നെ ഒരു അകൽച്ചയിലാണ് അവർ. ഇന്ന് ജയലളിത കാണും നരേന്ദ്രമോദിയോട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ജയലളിതയ്ക്ക്, കാണും സംസാരിക്കും എന്നുള്ള വലിയ അടുപ്പങ്ങളൊന്നുമില്ല. പിന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ADMK ചിന്ന ഭിന്നമായിട്ട് തകർന്ന തരിപ്പണമായിട്ട് ഇന്ന് BJPയുടെ പുറകെ നടക്കുകയാണ് തമ്മിൽ ADMK. അതെ. അപ്പൊ നമുക്ക് അലയൻസിന് പോവാം, നമുക്ക് സീറ്റുകൾ എങ്ങനെ ഷെയർ ചെയ്യാം എന്നൊക്കെ പതിവ് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അദ്ദേഹവുമായി ഏറ്റുമുട്ടിയവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമാകുന്ന ഒരു കാഴ്ച. അതായത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല, അവർ തന്നെ അപ്രസക്തമാകുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു P. ചിദംബരം. ആ ചിദംബരം ഇന്ന് ഒരു അപ്രസക്തനായ ഒരു നേതാവാണ്. കോൺഗ്രസ് പൊളിറ്റിക്സിൽ തന്നെ അദ്ദേഹം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റുകളൊന്നും വരുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു കാര്യം. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം P. ഒരു ചിദംബരം കൗതുകമുണ്ട് ബോധരട്ട് ഇതിനകത്ത്. വീണായിരുന്നു. അതെ ഞാൻ കണ്ടായിരുന്നു. ഉം. അപ്പൊ അതാണ് ഒരു വാർത്ത വന്നത്. P. ചിദംബരത്തിന്റെ ഒക്കെ വാർത്ത അങ്ങനെ കേൾക്കുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. കാരണം അദ്ദേഹം നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് അദ്ദേഹമായിട്ട് മുട്ടിയ, അതുപോലെ തന്നെ ദേവഗൌഡയും ദേവഗൌഡയുടെ മോനും അവസാനം ഇപ്പൊ അവർ BJPയുടെ കൂടെയാണ്, JDS ഇവിടെ കർണാടകത്തിൽ. അങ്ങനെ മുട്ടിയവരെല്ലാം ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതെന്താണ് എന്നറിയില്ല. ഏതായാലും എതിരാളികൾ ആരോപിക്കുന്നത് ഇവരുടെ ഒന്നും നവീൻ പട്നായിക് ഇവരുടെയൊക്കെ പേരിൽ അഴിമതി ആരോപണം, ED അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു കാഴ്ച. ഈ ലോകത്തിന്റെ വന്നാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വെല്ലുവിളിച്ച് മുമ്പോട്ട് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് വന്ന പാർട്ടി ജസ്റ്റിൻ ട്രൂഡോയാണ്. അദ്ദേഹം അവസാനം വളരെ ബുദ്ധിമുട്ടി തന്നെ പടിയിറങ്ങേണ്ട വന്ന ഒരു അവസ്ഥ. മറ്റൊന്ന്, ഇന്ത്യയെ UN-ലടക്കം പിന്നിൽ കുത്തിയ സെലൻസ്കി, ഇന്ത്യയെ എപ്പോഴും ഈ താറടിച്ച് കാണിച്ച സെലൻസ്കിയുടെ ഗതി എന്താണ്? അമേരിക്കയിൽ പോയിട്ട് നാണം കെട്ടി, ലോകം മുഴുവൻ നിന്ന് നാണം കെട്ടി ഇറങ്ങിപ്പോണ്ട ഒരു അവസ്ഥ, പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് തുള്ളി നിൽക്കുന്നു. മലേഷ്യയില് ഈ നമ്മൾ കയറിയപ്പോ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന് വേണ്ടി പിന്തുണ അർപ്പിച്ച മലേഷ്യന്റെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ അല്ല ഇതിന് മുമ്പിരുന്ന കക്ഷി, വലിയ ഇതൊക്കെ നടത്തി. ആ പ്രധാനമന്ത്രി തന്നെ ഔട്ടായി പോകുന്നൊരു കാഴ്ച. പുതിയ പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കെതിരെ വാളെടുത്ത പാർട്ടിയാണ് എർദോഗൻ ഇപ്പൊ അനുഭവിക്കുന്ന വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലനില നടപ്പാക്കാൻ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇന്ത്യയോട് വാളെടുത്തുകൊണ്ടിരുന്ന പാകിസ്ഥാനാണ്. അവർ പിന്നെ പണ്ട് തൊട്ടേ, അത് മോദിയല്ല ആര് വന്നാലും അവർ ഇന്ത്യക്കെതിരെ ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് ഒരു രീതിയിലേക്ക് പോകുന്നു. മാലിദ്വീപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മൊയ്സു അധികാരത്തിൽ വരും, നരേന്ദ്രമോദിയായിട്ട് ഡയറക്റ്റ് വെല്ലുവിളിക്കുന്നു. പിന്നീട് ആ മൊയ്സു ഇന്ത്യയുടെ കാൽക്കൽ വന്ന് വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മളത് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു. പിന്നെ കാണുന്ന പ്രസിഡന്റിന്റെ കൊട്ടാരം ഉൾപ്പെടെ കത്തിപ്പോകുന്നു, പ്രസിഡന്റ് നാട് വിടുന്നതായ ഒരു കാഴ്ചയാണ്. ഇന്നിപ്പം അതിന്റെ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരി കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇന്ത്യ അല്ലാതെ ഇനി ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല ഇന്ത്യയിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നു. നമ്മുടെ തൊട്ടടുത്ത് നേപ്പാൾ നമ്മുടെ ഒലി സർക്കാർ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒലി ചൈനയായിട്ടൊക്കെ ചങ്ങാത്തം കൂടിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇന്നിപ്പോ ഒലിയും പോയി ഗിലിയും പോയി, ഇപ്പോഴവിടെ രാജഭരണം വേണം, ഹിന്ദുരാഷ്ട്രം വേണം എന്ന് വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം കൂടെ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ നടന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ യൂനസ് ആണ്. യൂനസ് കയറി ഇന്ത്യയായിട്ട് കുറെ വെല്ലുവിളികളൊക്കെ യൂനസിന്റെ സംഘം നടത്തിയെങ്കിലും ഇപ്പോഴും നെക്കുകളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ചൈന വേണോ ബംഗ്ലാദേശ് വേണോ ആര് വേണോന്ന് അറിയാതെ അവിടെ വലിയൊരു ക്രൈസിസിലേക്ക് അവർ നിൽക്കുന്നു. അവിടെ അക്രമവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അരക്കൻ ആർമി വരുന്നു, അങ്ങനെയൊക്കെ ഒരു വിഷയം. അങ്ങനെ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. ഇത് എന്താണ് എന്നെനിക്ക്, ഇലുമിനാറ്റി ആണോ അതോ ഇനി എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ളതാണോ ഇനി ദൈവികമായിട്ടാണോ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതൊരു രസകരമായ ഒരു സാധനമാണ്. ഇപ്പോൾ രാഷ്ട്രീയം വാർത്തകൾ കാണുന്നവരും രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല്, നമ്മളിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് തമാശക്ക് പറയാം, അദ്ദേഹം ഒരു മാൻട്രാക്ക് ആണ്, അദ്ദേഹം പോകുന്നിടമൊക്കെ എന്താ നശിച്ചു പോകും, മുടിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അത് നമ്മൾ തമാശക്ക് പറയുന്നതാണ്. എന്നാൽ പോലും ഇത് മറ്റൊരു തരത്തിലാണ്. ഇദ്ദേഹവുമായി മുട്ടുന്നവരെല്ലാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ഫൈറ്റ് നടത്താൻ വരുന്നവരൊക്കെ പിന്നീട് ഒരു സ്വയം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് എന്താണ് അതിനകത്ത് നമുക്ക് അറിയില്ല. അതിനകത്ത് എന്താണ് അതിന്റെ ഒരു സംഭവം എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും രസകരമാണ്, കൗതുകകരമാണ്. ഇത് എല്ലാവരും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ശരിയല്ലേ, ശരിയാണോ എന്ന്. സാധാരണ രാഷ്ട്രീയ എതിരാളികളെ നമ്മൾ പല രീതിയിലാണല്ലോ ഒതുക്കുന്നത്. കേസ് കൊടുക്കുക, ജയിലിടുക, കൊന്നുകളയുക, ഇങ്ങനെയൊക്കെയാണ് പലയിടത്തും നടക്കുന്നത്. ഇത് അതൊന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവരെല്ലാം ഇങ്ങനെ തകർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. പുള്ളി ഇങ്ങനെ കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് തകർക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തകർന്നു പോവുകയും ആരെയാണോ തകർക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തി കയറി വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു രണ്ട് കാഴ്ചകൾ കാണും. ഇതൊരു പക്ഷെ ഇനിയിപ്പോ ഈ ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ജാതകമൊക്കെ എടുത്തിട്ട് പരിശോധിക്കാവുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഈ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ ചില കൗതുകങ്ങൾ, അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്.
നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഉണ്ടാകും. കാരണം അദ്ദേഹം ഒരു എന്താ ഒരു സൂപ്പർ പവർ ആണ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഉം. കഴിവുകളുണ്ട് എന്ന് പറയുന്നവർക്ക് ഇത് കുറച്ചുകൂടെ ബലം പകരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ ധനുഷ് പറഞ്ഞില്ല, എന്താ ഭഗവാൻ കൃഷ്ണനെ പോലെയും ശിവനെ പോലെയൊക്കെയാണ് അതെ അദ്ദേഹത്തെ പലരും കാണുന്നത്, ദൈവത്തിന്റെ ഉം. അവതാരമാണെന്നാണ് പറയുന്നത്. ഇടയ്ക്കും നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ കാണുന്നവരുണ്ട്. കാണുന്നവർക്ക് ഇതൊരു വലിയ എന്താണ് ഒരു പ്രചോദനം. ഉത്തേജനം നൽകുന്ന കാര്യമാണ്. ഭയങ്കര പ്രചോദനമാണ്. കാരണം അവർക്ക് എല്ലാവരുടെ മുമ്പിൽ പറയാൻ പറ്റും ഞങ്ങൾ പറഞ്ഞ എത്ര ശരിയാ, ഞങ്ങളുടെ നേതാവിനെതിരെ ശബ്ദിച്ചവനൊക്കെ ഇന്ന് ഏത് നിലയിൽ കിടക്കുന്നതായിരുന്നു ചോദിക്കുക. ഇത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു, ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിപ്പോ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല, പക്ഷെ ഇത് മനുഷ്യന്റെ യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറത്തേക്ക് നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇതിലൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.